നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതം അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. അടുത്ത നിമിഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും പലർക്കും അജ്ഞാതമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തൊടുകുറിയിലൂടെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. അത്തരത്തിൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവി പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 2 പുഷ്പങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ പുഷ്പം മഞ്ഞ ചെത്തിയാകുന്നു. രണ്ടാമത്തെ പുഷ്പം ചുവന്ന ചെത്തിയാണ്. ഈ 2 ചെത്തികളിൽ ഒരു ചെത്തി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിക്കുക. ശേഷം ഈ 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം അഥവാ ഒരു ചെത്തി തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങളുണ്ട്, ചില ആധികൾ നിങ്ങൾക്കുണ്ട്. എപ്രകാരം ആ കാര്യങ്ങൾ തരണം ചെയ്യണം, എപ്രകാരം മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ട് എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അകാരണമായ ചില ഭയം നിങ്ങളിലുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ 7 മുതൽ 41 ദിവസത്തിനകം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ, അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളും ആലോചിച്ച് മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരത്തിലുള്ള മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാകാം. സ്വസ്ഥത ജീവിതത്തിൽ വർദ്ധിക്കുവാൻ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായ സ്വസ്ഥത തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി ഉള്ള ചില കഷ്ടനഷ്ടങ്ങൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഒഴിവാകേണ്ടതായ ചില ദോഷകരമായ ദുരിതപൂർണമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നനച്ചിരിക്കാതെ തന്നെ ചില മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ദുരിതങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വഴിത്തിരിവുകൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും ഉയർച്ചയും കൊണ്ടുവരുവാൻ സഹായകരമായ ചില വഴിത്തിരിവുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ധനപരമായ ചില കാര്യങ്ങൾ, ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ അനുകൂലമാകുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. ലഭിക്കാനുള്ള ധനം ലഭിക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച വന്നു ചേരുക, പണം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികൂലമായിരുന്ന ചില കാര്യങ്ങൾ അനുകൂലമാക്കുകയോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയോ ചെയ്യാവുന്നതാണ്. അത്തരം കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായം
ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. ജോലി സംബന്ധമായും ബിസിനസ് പരമായും അല്ലാതെയും നിങ്ങൾക്ക് ഈ സഹായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉപകരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പലവിധ യാത്രകൾ, സന്തോഷകരമായ യാത്രകൾക്കും സാധ്യത വളരെ കൂടുതലാകുന്നു. ജോലി സംബന്ധമായും അല്ലാതെയും യാത്രകൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ വന്നു ചേരുകയോ ചെയ്യാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അല്പം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. രണ്ടാമത്തെ പുഷ്പമായ ചുവന്ന ചെത്തിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതേക്കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം ചിന്തകളുണ്ട്, വളരെയധികം വിഷമങ്ങൾ, ആകുലതകൾ ആദി ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അത്തരം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാരണം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയം തന്നെയാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. 7 ദിവസം മുതൽ 41 ദിവസം വരെയുള്ള സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ശുഭവാർത്തകൾ തേടിയെത്താം. നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നടക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം വില കൂടിയ വസ്തുക്കൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ മറ്റു വസ്തുക്കൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. വളരെ അനുകൂലമായ യാത്രകൾ, ഉല്ലാസ യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിലുള്ള യാത്രകളും കുടുംബവുമായി ബന്ധപ്പെട്ട ഐക്യം വർദ്ധിക്കുക, മനസമാധാനം, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ 7 ദിവസം മുതൽ 41 ദിവസം വരെയുള്ള സമയത്ത് സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. ബന്ധത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കാം. രാജയോഗ തുല്യമായ ചില ഫലങ്ങൾ വന്നു ചേരാം. അതായത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടോ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ആഗ്രഹിക്കുന്നതായ ജോലിയല്ല എങ്കിൽ പോലും താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ജീവിത നിലവാരം അല്പം ഉയരുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിക്കും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ധനം കൈകളിലേക്ക് അഥവാ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വർദ്ധിക്കുക, പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിവാഹം നോക്കുന്നവരാണ് എങ്കിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അഥവാ വിവാഹം നടക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും എന്ന കാര്യം ഓർക്കുക.
സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ തുലവും കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ് വന്നു ചേരുക. മനക്ലേശങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, സന്താനങ്ങളുടെ ദാമ്പത്യ ജീവിതം അനുകൂലമാവുക, അല്ലെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക, അത്തരത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. ഒരിക്കലും എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം ഓർക്കുക. സ്വയം ചിന്തിച്ച് മാത്രമേ ഈ സമയം പ്രവർത്തിക്കുവാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക.